മുതിർന്ന CPM നേതാവും മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദന്റെ ആരോഗ്യനില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. തീവ്രപരിചരണ വിഭാഗത്തിൽ തന്നെ തുടരുമെന്നും ബുള്ളറ്റിനിൽ വ്യക്തമാക്കി. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് 7 ഡോക്ടർമാരുടെ വിദഗ്ധ സംഘം സർക്കാരിൻ്റെ പ്രത്യേക നിർദ്ദേശപ്രകാരം SUT ആശുപത്രിയിലെത്തി VSനെ നിരീക്ഷിക്കുന്നുണ്ട്. ശാലിനി ചേരുന്നു. ശാലിനി, VS അച്യുതാനന്ദന്റെ നില അതീവ ഗുരുതരമായി തുടരുകയാണ്. ആശ്വാസകരമായ വാർത്ത പുറത്തു വരുന്നുണ്ടോ? അനിൽ നമ്പ്യാർ, ഏറ്റവും അവസാനമായിരുന്നു ഉച്ചയോടുകൂടിയാണ് മെഡിക്കൽ ബുള്ളറ്റിൻ പുറത്തിറക്കിയത്. ആ മെഡിക്കൽ ബുള്ളറ്റിലും ആരോഗ്യനില ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ളതാണ് മകനടക്കമുള്ളവർ വ്യക്തമാക്കുന്നത്. ആശുപത്രി അധികൃതർ പുറത്തിറക്കിയ ബുള്ളറ്റിലും അത്തരത്തിലുള്ള വാർത്തകൾ തന്നെയാണ് പുറത്തു വരുന്നത്. നിലവിലൊരു ആശ്വാസ വാർത്ത ഇല്ലെങ്കിൽ പോലും വരും മണിക്കൂറിൽ ഒരു ആശ്വാസ വാർത്ത പ്രതീക്ഷിക്കാമെന്നുള്ളതാണ് ഇപ്പോൾ കുടുംബം നമ്മളോട് അറിയിക്കുകയും ചെയ്യുന്നത്. ഈ കഴിഞ്ഞ മാസം 23-ാം തീയതിയാണ് ഹൃദയാഘാതത്തെ തുടർന്ന് മുതിർന്ന CPM നേതാവും ഒപ്പം തന്നെ മുൻ മുഖ്യമന്ത്രിയുമായ VS അച്യുതാനന്ദനെ തിരുവനന്തപുരം SUT ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. അന്ന് മുതൽ തന്നെ വലിയ രീതിയിലുള്ളൊരു നിരീക്ഷണം മുൻ മുഖ്യമന്ത്രിക്ക് നൽകുന്നുണ്ട് ആശുപത്രി അധികൃതർ. കഴിഞ്ഞ ദിവസമാണ് സർക്കാരിൻ്റെ ഇടപെടലടക്കം നടത്തിക്കൊണ്ടും ആരോഗ്യവകുപ്പിൻ്റെ പ്രത്യേക നിർദ്ദേശാനുസരണം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ 7 വിദഗ്ധ ഡോക്ടർമാർ, വിവിധ വിഭാഗങ്ങളിലെ 7 വിദഗ്ധ ഡോക്ടർമാരുടെ പ്രത്യേക സംഘം രൂപീകരിക്കുകയും ആ പ്രത്യേക സംഘം ഇന്ന് ആശുപത്രിയിലെത്തി അദ്ദേഹത്തിൻ്റെ ആരോഗ്യ നില പരിശോധിക്കുകയും ചേർന്നു. ഏതൊക്കെ സാഹചര്യത്തിലാണ് ഇപ്പോൾ VS അച്യുതാനന്ദനുള്ളത് എന്നതടക്കമുള്ള കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട്. നിലവിൽ രക്തസമ്മർദ്ദം അടക്കമുള്ള കാര്യങ്ങൾ ആശങ്കപ്പെടേണ്ട സാഹചര്യമില്ല എന്നുള്ളതാണ് അറിയിച്ചിട്ടുള്ളത്. എങ്കിൽ പോലും വെന്റിലേറ്ററിൽ തന്നെയാണ് നിലവിൽ VS അച്യുതാനന്ദനുള്ളത്. ഒപ്പം തന്നെ വിവിധ സഹായങ്ങൾ, അതായത് വെന്റിലേറ്റർ സപ്പോർട്ട്, ഒപ്പം തന്നെ CRRT നൽകുന്നുണ്ട്. ആൻറ്റിബയോട്ടിക്കുകൾ അടക്കം ഇപ്പോഴും നൽകിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഇനിയിപ്പോൾ നാളെ രാവിലെ 11 മണിയോടുകൂടി ഒരു പുതിയ മെഡിക്കൽ ബുള്ളറ്റിൻ വരാനുള്ള സാഹചര്യങ്ങളും സാധ്യതകളും ഒക്കെയുണ്ട്. രക്തപരിശോധന അടക്കമുള്ള കാര്യങ്ങൾ നടത്തുന്നുണ്ട്. അതിൻ്റെ ഒരു പരിശോധന ഫലം അടക്കമുള്ള കാര്യങ്ങൾ നാളെ മാത്രമേ പുറത്തു വരികയുള്ളൂ. അങ്ങനെയെങ്കിൽ കൂടുതൽ ഒരു ആശ്വാസ വാർത്ത നമുക്ക് ആശുപത്രിയിൽ നിന്ന് പ്രതീക്ഷിക്കാം. എന്തായാലും 101 വയസ്സ് പൂർത്തിയാകാൻ ഒരുങ്ങുന്ന സാഹചര്യം, 102ലേക്ക് കടക്കാനിരിക്കുന്ന ഒരു സാഹചര്യത്തിലാണ് ഇത്തരത്തിൽ ഹൃദയാഘാതത്തെ തുടർന്ന് ഇത്രയധികം ദിവസമായി തിരുവനന്തപുരത്ത് ആശുപത്രിയിൽ VS അച്യുതാനന്ദനെ പ്രവേശിപ്പിച്ചിട്ടുള്ളത്. എന്തായാലും ആരോഗ്യനില തൃപ്തികരമാണ് എന്നുള്ള ഔദ്യോഗികമായിട്ടുള്ള അറിയിപ്പ് വന്നിട്ടില്ല എങ്കിൽ പോലും ഗുരുതരമായി തുടരുന്നുണ്ട് എന്നുള്ളൊരു മെഡിക്കൽ ബുള്ളറ്റിൻ മാത്രമാണ് ആശുപത്രി അധികൃതർ നൽകിയിട്ടുള്ളതും. അതാണ് ഇന്ന് മകൻ അരുൺകുമാർ മാധ്യമങ്ങൾക്കും ഒപ്പം തന്നെ തൻ്റെ സോഷ്യൽ മീഡിയയിലൂടെ പങ്കുവെക്കുകയും ചെയ്തിട്ടുള്ളത്. എന്തായാലും വരും മണിക്കൂറിൽ സൂക്ഷ്മമായി തന്നെ ഈ പ്രത്യേക മെഡിക്കൽ കോളേജിലെ മെഡിക്കൽ സംഘം VSനെ നിരീക്ഷിക്കുന്നുണ്ട്. കൂടാതെ തന്നെ SUT ആശുപത്രിയിലെ വിദഗ്ധ ഡോക്ടർമാരുടെ സംഘവും VS അച്യുതാനന്ദനെ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുകയാണ്. വെന്റിലേറ്ററിൽ നിന്ന് മാറ്റേണ്ടതായിട്ടുള്ള കാര്യങ്ങളുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങളും ഈ പ്രത്യേക സംഘം പരിശോധിക്കുകയാണ്. എന്തായാലും മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട് എന്നുള്ള ഒരു സൂചനയാണ് ഇപ്പോൾ ആശുപത്രി അധികൃതർ നൽകുന്നത്. അനിൽ നമ്പ്യാർ, മുൻ മുഖ്യമന്ത്രി VS അച്യുതാനന്ദന്റെ ആരോഗ്യ നില അതീവ ഗുരുതരമെന്ന് മെഡിക്കൽ ബുള്ളറ്റിൻ. പക്ഷേ അദ്ദേഹം മരുന്നുകളോട് പ്രതികരിക്കുന്നുണ്ട്. ശാലിനിയാണ് വിവരങ്ങൾ നൽകിയത്.